Students, +2 Maths Integration Chapter 7 Integrationൽ some special integrals എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, ഒരു 6 ഇക്വേഷൻസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. ഇത് തിരിച്ച് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നാലും ഇതേ ഇക്വേഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനും എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിനും സെയിം ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. Next one, integral dx divided by a square minus x square is equal to 1/2a log mod a plus x divided by a minus x plus c. ഇത് രണ്ടിനും സിമിലാരിറ്റീസ് ഉണ്ട്, കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. Then integral dx divided by root of a square minus x square is equal to sin inverse x by a plus c. Integral dx divided by root of a square plus x square is equal to log mod x plus root a square plus x square plus c. ഇവിടെ തിരിച്ച് x square plus a square വന്നാലും ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ദാ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എളുപ്പം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് വൺ നമുക്ക് നോക്കിയേ. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അതായത് 9നെ നമ്മൾ 3 സ്ക്വയർ എന്ന് എഴുതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ഇക്വേഷൻ മുഴുവനും നിങ്ങളിപ്പോൾ കണ്ടതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ആ ഒരു ടൈപ്പാണ് അല്ലേ. സ്ക്വയറിൻ്റെ ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ ടൈപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 9നെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. 9നെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നാണ് വന്നത്. അതായത് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ്റെ ഫോമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എടുക്കുക. അതിൻ്റെ റിസൾട്ട് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നാണ്. ഇവിടെ എക്ക് പകരം എന്താണ് വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം? 1/3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 പ്ലസ് സി എന്ന് വരും. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 25 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതായത് 25നെ നമ്മൾ എങ്ങനെ എഴുതി? സ്ക്വയർ ആക്കി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? 5 സ്ക്വയർ എന്ന് എഴുതാം. 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഇപ്പം നിങ്ങൾ പഠിച്ച ഇക്വേഷനിലെ ഏത് ഫോമാണ്? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമാണ്. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്ക് പകരം എന്താ വന്നിരിക്കുന്നത്? 5 ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എഴുതുക. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്നാണ്. എക്ക് പകരം എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 36 എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 36ന് പകരം എന്ത് കൊടുക്കുക? 6 സ്ക്വയർ എന്ന് കൊടുക്കുക. 36നെ സ്ക്വയർ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 6 സ്ക്വയർ എന്ന് എഴുതും. ദെൻ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ പ്ലസ് ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. എക്ക് പകരം 6 കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ദെൻ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 9 മൈനസ് 25 എക്സ് സ്ക്വയർ. ഇതും നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊക്കെ ഉള്ള ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ 9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. 25നെ 5ൻ്റെ സ്ക്വയർ എന്നും എക്സിനെ എക്സ് സ്ക്വയർ എന്നും എഴുതുക. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 25ന് പകരം 5 കൊടുക്കുക. 5x ദി ഹോൾ സ്ക്വയർ. 5x ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഇനി എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 1/a സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുക? അവിടെ എന്താണോ വന്നിരിക്കുന്നത്, അതായത് നമുക്ക് അതിന് പകരം തന്നിരിക്കുന്നത് എന്താണോ അതവിടെ എഴുതുക. 1/5 സൈൻ ഇൻവേഴ്സ് 5x/3 പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നാണ് നമ്മൾ റിസൾട്ട് പഠിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻ്റഗ്രേഷൻ വരുമ്പോഴത്തേക്കും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യണം. ആ 1/5 ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
1/5 സൈൻ ഇൻവേഴ്സ് 5x/3 പ്ലസ് സി അല്ലേ. ഇൻ്റഗ്രൽ dx ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ എന്താ പഠിച്ചത്? സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി എന്നാണ്. ഇവിടെ നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻ്റഗ്രേഷനിൽ ഡിവിഷൻ ചെയ്ത് കൊടുക്കണം, അതായത് ഡിനോമിനേറ്ററിൽ കൊടുക്കണം, ഡിവൈഡ് ചെയ്യണം. സോ 1/5 നമ്മൾ എഴുതി. 1/5 സൈൻ ഇൻവേഴ്സ് 5x/3 പ്ലസ് സി എന്ന് വരും. ഓക്കെ അല്ലേ? ദെൻ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനെ നമുക്ക് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 9x² പ്ലസ് 6x പ്ലസ് 5. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇങ്ങനെ ഇവിടെ റൂട്ട് ഉണ്ടായിട്ട് തരാം, റൂട്ട് ഇല്ലാതെ ഇതുപോലെ തരാം, അങ്ങനെ പല രീതിയിലും തരാം. അപ്പോൾ നോക്കിയേ, ax² പ്ലസ് bx പ്ലസ് സി ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ ഒരു 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്ത്, നിങ്ങൾക്ക് അറിയാൻ വയ്യ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ, ഇൻ്റഗ്രേഷനിൽ ഇപ്പോൾ പഠിച്ചില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ എന്താണ്? x² പ്ലസ് a² മൈനസ് x², അങ്ങനെ കുറേ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആ ടൈപ്പ് ഇക്വേഷൻസ് വരുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡിനോമിനേറ്ററിനെ നമ്മളിപ്പോൾ പഠിച്ച 6 ഇക്വേഷൻസിൻ്റെ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ x² കോഎഫിഷ്യൻ്റ് പുറത്തേക്ക് എടുക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പാണ്. x² കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കുക. ഇവിടെ ഇപ്പോൾ x² കോഎഫിഷ്യൻ്റ് 9 ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 9 പുറത്തേക്ക് എടുക്കുക. 9 പുറത്തേക്ക് എടുക്കുമ്പോൾ x² പ്ലസ് 6/9 x പ്ലസ് 5/9 എന്ന് വരും. അതായത് 9 ഇല്ലാത്ത ടൈമാണെങ്കിൽ എന്ത് ചെയ്യുക? 9 പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 9 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 6/9 x പ്ലസ് 5/9 എന്ന് കിട്ടും. സംശയം തോന്നുന്നവർ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യൻ്റ് പുറത്തേക്ക് എടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യൻ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആണ്. നിങ്ങൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കും. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയും ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6/9 ആണ്. നമുക്ക് ആ 6/9 ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 2/3 എന്ന് എഴുതാം. ദെൻ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 2/3യുടെ പകുതി എന്ന് പറഞ്ഞാൽ 1/3 ആണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 2/3യുടെ പകുതിയുടെ സ്ക്വയർ ആഡും ചെയ്തു, സബ്ട്രാക്റ്റും ചെയ്തു. ദെൻ ഈ 3 ടേംസ് x² പ്ലസ് 2/3x പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ, ഇത് x പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ, അതായത് നമുക്കിതിനെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതുന്നതാണ് കേട്ടോ. a² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് b² എന്നുള്ള ഫോമിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി നമുക്ക് എന്തെഴുതാം? x പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ. അപ്പോൾ ഈ 9 അങ്ങനെ തന്നെ കിടന്നോട്ടെ. ബാക്കി 1 2 3 ഈ 3 ടേമും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ്. അപ്പോൾ അതിനെ മാറ്റി നമുക്ക് എന്തെഴുതാം? x പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5/9 എന്നുണ്ട്. അപ്പോൾ മൈനസ് അങ്ങനെ തന്നെ നിന്നോട്ടെ. 1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9. 1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9. അപ്പോൾ ഇവിടെ എന്താ വരിക? 1/9 പ്ലസ് 5/9, അതായത് മൈനസ് 1/9 പ്ലസ് 5/9 എന്ന് പറഞ്ഞു. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ ന്യൂമറേറ്റർ -1 ആണ്, ഇവിടെ 5 ആണ്. ആഡ് ചെയ്യുമ്പോൾ -1 പ്ലസ് 5 എന്ത് വരും? -1ഉം പ്ലസ് 5ഉം കൂടെ +4 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 4/9 എന്ന് വരും. ഇനി 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4നെ 2ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം, 9നെ 3യുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 2/3 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. dx ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ്റെ ഫോമിലായി എന്തായി? dx ഡിവൈഡഡ് ബൈ x² പ്ലസ് a² എന്നുള്ള ഫോമായി അല്ലേ. അപ്പോൾ നോക്കിയേ, 9 കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് ഇടാം, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ.
ഇതിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ്റെ ഫോമാണ്. എക്സിന് പകരം ഇവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് 1/3യും എക്ക് പകരം 2/3 ആണ് കേട്ടോ. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സിന് പകരം കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയറും എക്ക് പകരം കിട്ടിയിരിക്കുന്നത് 2/3യും ആണ്. അപ്പോൾ 2/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ 1/9 നിങ്ങൾ അതുപോലെ തന്നെ ഇടുക. dx divided by x square plus a square ഇക്വേഷൻ 1/a tan inverse x by a plus c ആണ്. 1/a എന്ന് പറയുമ്പോൾ ഇവിടെ a 2/3 ആണ്. അപ്പോൾ 1/2/3 tan inverse x plus 1/3 by 2/3 എന്ന് വരും. x by a എന്നാണ്. ഇവിടെ എക്സിന് പകരം x plus 1/3യും എക്ക് പകരം 2/3 ആണ്. അത് അവിടെ ഇട്ട് കൊടുത്തു പ്ലസ് സി. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ. 1/9 ഇൻറ്റു ഇവിടെ 1/2/3 എന്നാണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3/2 വരും. 3യും 9നും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 3 വന്നു. ടാൻ ഇൻവേഴ്സ് ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 1/3 എന്ന് വരും. ഡിനോമിനേറ്ററിലുള്ള ഈ ആളെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ് കേട്ടോ. ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്ന ആളെ എന്ത് ചെയ്യുവാണ്? നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഈ ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. ഇൻറ്റു 3/2. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ബാക്കി വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 2, അതായത് 3 ഇൻറ്റു 2 6 ആണ്. അപ്പോൾ 1/6 ടാൻ ഇൻവേഴ്സ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഓക്കെ അല്ലേ? അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, ക്ലിയർ ആകും. അപ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയാണ്. ഈ ഫോമിൽ വന്നാൽ നമ്മൾ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പുറത്തേക്ക് എടുക്കുക. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. ഒരു പാർട്ട് നമുക്ക് a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലോ വരും. ദെൻ ഏത് ഇക്വേഷനാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതുക. അതിൻ്റെ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിനും എക്കും പകരം നിങ്ങൾക്ക് എന്താണോ അവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതാ നോക്കിക്കേ, ഇപ്പം നമ്മൾ ചെയ്തത് dx ഡിവൈഡ് ബൈ 9x² പ്ലസ് 6x പ്ലസ് 5 എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റൂട്ട് 9x² പ്ലസ് 6x പ്ലസ് 5 എന്ന് തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ റൂട്ട് ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. ഈ 9x² പ്ലസ് 6x പ്ലസ് 5നെ നിങ്ങൾ നേരത്തെ മാറ്റിയ പോലെ തന്നെ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 9 പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നേരത്തെ പോലെ ഇക്വേഷൻ്റെ ഫോമിലാക്കി. അപ്പോൾ ഇവിടെ സെയിം ഫംഗ്ഷൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെയാണ് വരിക. 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ. അവിടുത്തെ ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റൂട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ റൂട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റൂട്ട് ഇട്ട് കൊടുക്കുക. 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ദെൻ 9 കോൺസ്റ്റൻറ്റ് 1/√9. റൂട്ടിൻ്റെ ഉള്ളിലാണ് 9 വരുന്നത്. അപ്പോൾ 1/√9 നമുക്ക് കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. dx ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 1/√9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √9 3 അല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. ഇനി ഇവിടെ വന്നിരിക്കുന്നത് dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. അപ്പുറത്ത് വന്നിരുന്നത് dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. ഇവിടെ റൂട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എടുക്കുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് 1/3 കൊടുക്കുക കേട്ടോ. എക്സിന് പകരം എന്താ ഇവിടെ എക്സ് പ്ലസ് 1/3 ആണ് കൊടുക്കേണ്ടത്. ഞാനവിടെ 1/3 എഴുതാൻ വിട്ടുപോയി. നിങ്ങളിവിടെ എക്സ് പ്ലസ് 1/3 എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് 1/3 കൊടുക്കുക. ദെൻ റൂട്ട് ഓഫ് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള എഴുതുക. ഈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? 9x² പ്ലസ് 6x പ്ലസ് 5 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. റൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഇക്വേഷൻ ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക, കണ്ട് കാര്യം മനസ്സിലാക്കുക. എളുപ്പമുള്ള കാര്യമാണ്. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക.